welcome back to our channel. I am Soumya Anish. ഇന്നത്തെ വീഡിയോ പൊട്ടറ്റോ ഫ്രൈസ് ആണ്, അതും വെറൈറ്റി ടേസ്റ്റ്. ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്രൈസ് ആണ് ട്ടോ. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കണ കണ്ടിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ട് അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും എൻ്റെ കൂടെ കിച്ചണിലേക്ക് വരെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫ്രൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 3 പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിരുന്ന് തിളക്കട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോനും എൻ്റെ കൂടെ ചേർന്നു. ഒത്തിരി കനം കുറച്ച് കട്ട് ചെയ്യരുത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ. കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. പൊട്ടറ്റോ വേഗം നിൽക്കണ്ട, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറട്ടെ ഇവിടെ ഇരുന്ന്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയോ 1 ടീസ്പൂൺ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടി മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഓർഗാനോ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വെളുത്ത എള്ളു കൂടി ഉണ്ട് കേട്ടോ. ചതച്ച മുളക് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒത്തിരി തിക്കായി പോകുകയും ചെയ്യരുത്, ഒത്തിരി ലൂസാകാതെ ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പം ഞാനിവിടെ അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടാകാൻ വെക്കാം. ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പൊട്ടറ്റോ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറത്തുനിന്ന് നല്ല ക്രിസ്പി. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി റെഡിയാക്കി. അപ്പോൾ അത് രണ്ടും ചൂടാറുന്നതിനുള്ളിൽ നമുക്ക് പോയി ചായ കുടിക്കാം. അപ്പോൾ രണ്ടുപേരും ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൂടുതലും കുട്ടികൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.